ഹലോ ഗായ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എത്രമാത്രം പോകുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊന്നും വലുതായിട്ടൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്നൊന്നും. അപ്പോൾ ആദ്യത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറേ ഇതിൽ പാളിച്ചകളുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഓരോന്ന് ചെയ്ത് കുറച്ച് കുറച്ച് കറക്റ്റായി ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇപ്പോൾ എനിക്ക് 800 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വിചാരിക്കും ഒന്നിനേക്കാൾ ഒന്നും മെച്ചമായിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ ചില വീഡിയോസ് കയറാറുണ്ട്, ചില വീഡിയോസ് കയറാറില്ല. അത് കുഴപ്പമില്ല. ഇപ്പം ഞാനൊക്കെ ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 800 സബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഞാൻ ആരുമല്ല, എവിടെയോ ഏതോ ഒരു സ്ഥലത്തുള്ളൊരു വീട്ടമ്മ മാത്രമാണ്. വലിയ പാചകക്കാരിയൊന്നുമല്ല. ഇന്ന് ഒരു മീൻകറി ഉണ്ടാക്കി, ഒരു വെണ്ടയ്ക്ക വിഴുക്കുവരട്ടി ഉണ്ടാക്കി, പൊരിച്ച മീനുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ചരുവത്തിലൊക്കെ ആട്ടോ ചോറ് വെക്കുന്നത്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞ് ചരുവത്തിൽ ചോറ് വയ്ക്കും, ചില സമയത്ത് കലത്തിലൊക്കെ വെക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തർ നമ്മളെ കളിയാക്കും. ചിലർ നമ്മളെ കളിയാക്കും, ചിലർ നമ്മളെ എൻകറേജ് ചെയ്യിക്കും, സപ്പോർട്ട് ചെയ്യും ഇനി നല്ല നല്ല വീഡിയോസ് ഇനിയും വരട്ടെ എന്നൊക്കെ പറയും. ചിലർ നമ്മളെ കളിയാക്കിയിട്ട് നമ്മളെ ഒരുമാതിരി ഡീമോട്ടിവേറ്റ് ചെയ്ത് കളയും. അതിപ്പോൾ അതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാനേ പോകത്തില്ല. നമ്മൾ വിചാരിക്കുക അയ്യേ ഇങ്ങനെ വേണ്ട, ഇവരൊക്കെ കളിയാക്കുന്നില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ പിന്നെയും ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടുവന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊണ്ടുവന്ന്. ഈ ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടില്ലല്ലോ, ഒരു വട്ടം ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേനെ. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.